എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു? നൈറ്റ് ഔട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് തിരുവോണമാണ്. തിരുവോണം സദ്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തിരുവോണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കണം. അല്ലാതെ നൈറ്റ് ഔട്ട് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴല്ല ചോദിക്കേണ്ടത്. നിങ്ങളിവിടെ മീഡിയ മണി നിന്നാണോ? അതാണ് എനിക്കറിയാം. പർപ്പസ്ലി വന്ന ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ അകപ്പെടുത്താമെന്ന് നോക്കും. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഔദ്യോഗിക പൊസിഷൻ വെച്ച് നിങ്ങളോട് പറയുകയാണ്. എനിക്ക് പോകണം, വഴി തടയരുത്. നിങ്ങൾ ചോദിച്ച ഇന്ന് തിരുവോണത്തിന് ഇവിടെയുള്ള അസോസിയേഷൻ ഞാൻ ഭക്ഷണം കഴിക്കാമെന്നാണ്. പായസം അങ്ങനെയുണ്ടെന്ന് ചോദിക്കാം, പപ്പടം അങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. പക്ഷെങ്കിൽ നൈറ്റ് ഔട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കരുത്. പറ്റിയല്ല. വഴി തടയരുത്. അത് ഇദ്ദേഹം പറയുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ആ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് മേത്ത് തൊട്ട് സംസാരിക്കരുത്. അല്ല, ഒരിക്കലും ദേഹത്തെ തൊട്ട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞാൻ പറയാം. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ആ രീതി സംസാരിക്കരുത്. അത് സംസാരിക്കരുത്. ചോദിക്കുന്ന ആളുടെ ഉത്തരവാദിത്തം സംസാരിക്കുന്ന ആളല്ല. ശരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അല്ല, ശരിയാണ്. പൂർണ്ണമായിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് പറയുവാണ്. ഈ ലേഡി ഉദ്ദേശിച്ചത് എന്താണ്? എന്നെ ട്രാപ്പിലാക്കുന്ന ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. അല്ല, ട്രാപ്പിലാക്കാൻ വേണ്ടി അല്ല. ഇന്ന് തിരുവോണമാണ്, നല്ലൊരു ദിവസമാണ്. ഇവിടെയുള്ള പ്രജകളെ കാണാൻ ഞാൻ വന്നതാണ്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. അല്ലാതെ കഴിഞ്ഞു പോയി നൈറ്റ് ഔട്ട് ആരുടെയും ഡോറെ തട്ടി ഇതൊന്നും അല്ല സംസാരിക്കേണ്ടത്. അത് എനിക്ക് ഇഷ്ടമല്ല. ഈ ലേഡീസ് വഴി തടഞ്ഞാൽ ഞാൻ വേണ്ട ആക്ഷൻസ് ഞാൻ എടുക്കും. സദ്യ അടിപൊളിയായിരുന്നു, നല്ല സദ്യയായിരുന്നു. ഏതോ ഒരു കറിക്ക് കരിയേപ്പില കൂടിയോ എന്നൊരു സംശയം.